കൊല്ലംകാരിയല്ല, ഞാൻ കൊല്ലംകാരിയാണ്. പക്ഷെ ഞാൻ എന്ന് വന്നോ അന്ന് തൊട്ട് ഈ ആറ് ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. പക്ഷെ പണ്ടത്തെ ആണെങ്കിൽ ഞങ്ങളുടെ വീടൊക്കെ തോടൊക്കെ ഉണ്ടായിരുന്നു. ആ തോടൊക്കെ ഞങ്ങൾ ആ തോട്ടിലൊക്കെ പോവുകയും കുളിക്കാനൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നൊരു കാലമുണ്ട്. പക്ഷെ ഇന്നത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞതാണ്. അപ്പോൾ ഈ ആറെന്നൊക്കെ ഇത് ഞാൻ പല പ്രാവശ്യം ഞാൻ നോക്കിയിട്ടുണ്ട്, ഇവിടെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ആറാണ്. പക്ഷെ ഞാനിത് കണ്ടിട്ട് ഈ ആറാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഈ പുല്ലുമൊക്കെ കയറി ഒരു നാശമായി കിടക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ എൻ്റെ ചിന്താഗതി ആറെന്ന് പറയുന്നത് നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കണം. പക്ഷേ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആറെന്നൊക്കെ പറയുന്നത് നമ്മൾ കരയ്ക്ക് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ആറിൻ്റെ അടിവശം കാണാൻ പറ്റും, അത്ര തെളിഞ്ഞായിരുന്നു. ഇന്നത്തെ കാലത്ത് മനുഷ്യനെ നമ്മുടെ വേസ്റ്റ് എല്ലാം നമ്മുടെ പറമ്പിലെ മലയാളികളുടെ ഒരു പൊതുവെയുള്ള സ്വഭാവം എൻ്റെ വീടും പരിസരം ക്ലീൻ ആയിരിക്കണം, അയൽവക്കക്കാരൻ എങ്ങനെ നശിച്ചാലും വേണ്ടിയില്ല, എൻ്റെ പരിസരം ക്ലീൻ ആയിരിക്കണം എന്ന ചിന്താഗതിയോടെ മനുഷ്യർക്കെല്ലാം വിചാരിക്കും ഇതെല്ലാം കൊണ്ട് ഈ വേസ്റ്റുകളെല്ലാം കൊണ്ട് ഈ കനാലിനല്ലെങ്കിൽ ഈ ആറ്റിലോട്ട് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ഒഴുകി എവിടെയെങ്കിലും ആരുടെയെങ്കിലും വീടുകളെ പോയി കിടന്നോളുമല്ലോ, എൻ്റെ പരിസരം ക്ലീൻ ആകുമല്ലോ. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭാവി തലമുറ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ ഈ വെള്ളം ഈ കെട്ടിക്കിടക്കുന്ന ഈ മാലിന്യവെള്ളമാണ് നമ്മുടെ കിണറ്റിലും അതിലേക്ക് നീരുറയായിട്ട് വരുന്നത്. അപ്പം ഇന്ന് നമ്മുടെ ഓരോ വീടുകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ ആലായിട്ട് തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഉത്തരപ്പള്ളിയാർ ഈ പരിണിത ഫലമാണ് ഇന്ന് നമ്മുടെ ഓരോ വീടുകളിലും ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എത്രയോ വീടുകളിലാണ് ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗം വന്നിരിക്കുന്നത്. നമ്മളൊക്കെ പറയും ക്യാൻസർ ഈ പൊല്യൂഷൻ കൊണ്ടുണ്ടാകുന്ന അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ. പക്ഷേ ഒരു പരിധി വരെ നമ്മൾ ഈ കുടിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഈ ആറ്റിലെ വെള്ളമെല്ലാം നമ്മുടെ കിണറ്റിലേക്ക് ഉറവയായിട്ട് വരുന്നതാണ്. ഇതെന്നൊക്കെ നമുക്കുണ്ടാകുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഒരു ആവശ്യമാണ്. ഈ ആറ് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് എന്നാൽ കഴിയാവുന്നതും ഞാൻ പരിശ്രമിക്കുന്നതായിരിക്കും. ഉത്തരപ്പള്ളിയാർ ഏകദേശം 60 വർഷം മുമ്പ് മുതൽ നമ്മൾ കാണുന്നതാണ്, ഞാൻ കാണുന്നതാണ് ഉത്തരപ്പള്ളിയാർ. അന്നത്തെ ആറിൻ്റെ സിറ്റുവേഷനും ഇന്നത്തെ ആറിൻ്റെ സിറ്റുവേഷനും നോക്കിക്കഴിഞ്ഞാൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്ന് വെച്ചാൽ എല്ലാവരും അതിൻ്റെ തീരങ്ങളിൽ താമസിക്കുന്ന എല്ലാവരും നെടുവരങ്കോട് മുതൽ ഇവിടെ ആല വരെ മൊത്തം സ്ഥലം ആറും കയ്യേറി മരങ്ങളും വെച്ച് പിടിപ്പിച്ച് മണ്ണിട്ട് നികത്തി അവിടെ അപ്പൻ്റെ കൃഷിഭൂമിയാക്കിയിരിക്കുകയാണ്. ഇതിനെതിരെ പ്രതിഷേധം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പഞ്ചായത്തിൽ നിന്നോ ബാക്കി മുകളിലുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നോ ഇതിൽ യാതൊരു ഒരു അനക്കവുമില്ലാതെ ഇത് രാഷ്ട്രീയത്തിൽ മുതലെടുപ്പ് നടത്തി ഇതിനെ കയ്യേറി വെച്ചിരിക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മളിതിനെ ഒഴിപ്പിക്കുക എന്നുള്ളതാണ് മുഖ്യമായ ഒരു കാര്യം. അതിന് ആലായിലുള്ള എല്ലാ ജനങ്ങളും ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ഇതിന് രാഷ്ട്രീയം പാടില്ല, രാഷ്ട്രീയമല്ലാതെ എല്ലാവരും ചേർന്നിട്ട് ഈ ആറിനെ സംരക്ഷിക്കുക. ഈ ആറിൻ്റെ നമ്മുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുത്ത് ഈ ആറിനെ സംരക്ഷിച്ച് പഴയ രീതിയിൽ കൊണ്ടുവരിക. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക. അധികാരികൾ ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിക്കുന്നു. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അകലെയായിട്ടാണ് താമസിക്കുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഉത്തരപ്പള്ളിയാറിൽ അക്കരെ ഇക്കരെ നീന്തിയിട്ടുള്ളതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ശുദ്ധമായ ജലം എൻ്റെ കിണറിലൊക്കെ നമുക്ക് ലഭിക്കുമായിരുന്നു. ഉറവ വറ്റാത്ത കിണറായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇപ്പോൾ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ പുറകുവശത്തൂടെ കനാലിൻ്റെ ചാലുകളുണ്ട്. അതിൽ വെള്ളമില്ലെങ്കിൽ ഞങ്ങൾക്ക് വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ ദൗർലഭ്യം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ വേനൽക്കാലത്ത് വെള്ളം അതുകൊണ്ട് ഈ ഉത്തരപ്പള്ളി ആറ് പുനർജീവിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അത് കൈവശം വെച്ചിരിക്കുന്നവരുടെ കയ്യിൽ നിന്നും അത് വീണ്ടെടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോ വ്യക്തികളുടെയും ആവശ്യകതയാണ്. അത് ഏത് രീതിയിലും നമ്മളത് വീണ്ടെടുക്കണം. ഞാൻ പറയുന്ന അധികപ്പറ്റാൻ തോന്നുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്തിനാണ് നമ്മുടെ ഗവൺമെന്റ് അവർക്ക് അവകാശം കൊടുത്തത്? അതിനകത്ത് വഴിവെട്ടാനും അല്ലെങ്കിൽ വീട് വെക്കാനും ഒക്കെ ഉള്ളത് അതിന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. പക്ഷേ അത്
പറ്റില്ല എന്ന പലയിടത്തു നിന്നും വീണ്ടെടുക്കാൻ പറ്റില്ല എന്ന പലയിടത്തു നിന്നുള്ള അറിവ് അത് കേൾക്കുമ്പോൾ മനസ്സിന് നല്ല വിഷമം ഉണ്ടാകാറുണ്ട്. വർഷങ്ങളായിട്ട് പല പല ഗ്രൂപ്പുകാർ ചേർന്ന് ഇതിന്റെ പുനർജനിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെയൊക്കെ കാലം കഴിയുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു സംരംഭം നടന്നു കിട്ടണേ എന്ന് ഞങ്ങൾ ജഗദീശനോട് പ്രാർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒത്തുകൂടി പ്രയത്നിക്കണമെന്നാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തരപ്പള്ളി ആറുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. ഉത്തരപ്പള്ളി ആറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരുന്ന ഒരു പ്രവൃത്തി കൊണ്ടാൽ ഇത് അവസാനിക്കില്ല. കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വരെ ആ ആറ് ഒഴുകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അധികൃതർക്ക് നിയമേനയുള്ള അറിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിന് ശേഷമുണ്ടായിട്ടുള്ള പല കാര്യങ്ങളും ചെങ്ങന്നൂരിൽ തന്നെ ഇപ്പോൾ പല വീട്ടുകാരും ചെങ്ങന്നൂർ മുനിസിപ്പൽ കോടതിയിൽ തങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാണിച്ചുകൊണ്ട് സൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. ചെങ്ങന്നൂർ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ പല പെറ്റീഷൻസും വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ വ്യക്തികൾക്ക് മുൻപിനാലെ തന്നെ പഞ്ചായത്തിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കൂടെ നടക്കാനുള്ളതായ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് കലിങ്ക് പണിയാനുള്ള സ്വാതന്ത്ര്യം മുൻപിനാലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം അങ്ങനെ കൊടുത്തിട്ടുള്ള സാഹചര്യത്തിൽ അത്ര എളുപ്പത്തിൽ നമുക്ക് അവരെ ഒഴിപ്പിക്കുക, മാറ്റുക എന്ന് പറയുന്നത് സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട്, നിയമപരമായ ബുദ്ധിമുട്ടുമുണ്ട്. എന്നാൽ ഹൈക്കോടതിയിൽ കിടക്കുന്ന, ഇപ്പോൾ ഹൈക്കോടതിയിൽ എൻ്റെ അറിവ് ചെയ്യുകയാണെങ്കിൽ ഹൈക്കോടതിയിൽ കിടക്കുന്ന കേസിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരെ വന്നിട്ടുണ്ട്. കോടതി നിയമങ്ങൾ പാലിക്കാതെയുള്ള കാര്യങ്ങൾ അവിടെ അവർക്കെതിരെ നടപടികൾ ആയിട്ടുണ്ട്. പക്ഷേ അവിടെ എല്ലാം വീണ്ടും പല പല പ്രശ്നങ്ങളും പല പല നിയമക്കുരുക്കളും നിൽക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉത്തരപ്പള്ളിയാറ് നമ്മളുടെ സങ്കല്പത്തിൽ കൂടെ ഒഴുകാൻ പ്രയാസമാണ്. പക്ഷേ മറ്റ് കൈവഴികൾ പലതുമുണ്ട്. ആ കൈവഴികൾ കൂടി ഒഴുക്കി കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ കഴിയുള്ളൂ. കാരണം മറ്റു പല ഈ പറഞ്ഞ പല സ്ഥലങ്ങളിലും വീടുകൾ വരെ വെച്ച് ഈ പറഞ്ഞ പുഴ ഒഴുകേണ്ട സ്ഥലത്ത് വീടുകൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പുഴ ഒഴുകേണ്ട സ്ഥലത്ത് വീടുകൾ വെച്ചിരിക്കുന്നത് കൊണ്ട് അത് മാറ്റുക എന്ന് പറയുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, എളുപ്പമല്ല. അതുകൊണ്ട് മറ്റു പല വഴികൾ കൂടി ഈ വഴികൾ കൂടി ഒഴുക്കി അത് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. നമ്മുടെ വീടുകളിലെ വെള്ളം നോക്കുകയാണെങ്കിൽ വെള്ളമെല്ലാം പൊല്യൂട്ടഡ് ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ പറഞ്ഞ പുഴയുമായി ബന്ധപ്പെട്ട പുഴ അടുത്ത് നിൽക്കുന്ന എല്ലാ വീടുകളിലെയും വെള്ളം പൊല്യൂട്ടഡ് ആണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ അടിയന്തരമായി എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ജാതി മത വർണ്ണ നോക്കാതെ തന്നെ, രാഷ്ട്രീയം നോക്കാതെ തന്നെ എല്ലാവരും ഒന്നിച്ചെന്നുകൊണ്ട് ഈ പുഴ ഒഴുകേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്, നമ്മുടെ വരും തലമുറയുടെ ആവശ്യമാണ്. നമുക്ക് ഒത്തുചേരാം, എല്ലാവരോടൊപ്പം നമുക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇത് ഒഴുകാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഉത്തരപ്പള്ളി ആല പഞ്ചായത്ത് വില്ലേജിൻ്റെ ആ പാലത്തിൻ്റെ സമയത്ത് താമസിക്കുന്നവരാണ്. ഇപ്പോൾ അവിടെ താമസം തുടങ്ങിയിട്ട് 13 വർഷക്കാലമായി. അന്ന് മുതൽ ദുർഗന്ധം, കാര്യം കോഴിയെ കണ്ടിട്ടാണ് വേസ്റ്റ്, അങ്ങനെ മറ്റുള്ള സകല വേസ്റ്റുകളും നമ്മൾ മനുഷ്യന് ഉപയോഗിക്കുന്ന വേസ്റ്റ് വരെ അവിടെ കൊണ്ട് ചാക്ക് കെട്ടിയിട്ട് കൊണ്ടിടുന്ന രീതിയുണ്ട്. അത് വന്നിട്ട് രാത്രിയിൽ കൊണ്ടിടുമ്പോൾ ചാക്ക് കെട്ടിൽ ബോംബ്, ഞാൻ മിലിറ്ററിക്കാരനാണ്, 500 കിലോ ബോംബ് പൊട്ടുന്നതിലുള്ള സൗണ്ടാണ് ആ വെള്ളത്തിലോട്ട് കൊണ്ട് ചാക്ക് കെട്ടി ഇടുമ്പോൾ. ആ സമയത്ത് ഞെട്ടി ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങത്തില്ല. അതുകൂടാതെ അതിൻ്റെ അകത്ത് കിടക്കുന്ന ഈ വെള്ളം മഴ പെയ്യുന്നതോടെ നല്ല ശക്തിയായിട്ട് മഴ പെയ്താൽ ആ പോച്ചയിലോട്ട് വെള്ളം വീഴുമ്പോൾ ഭയങ്കര ദുർഗന്ധം പിടിച്ച് ശ്വാസമുട്ടലുണ്ടാകുന്ന അവസ്ഥയാണ്. എനിക്കിപ്പോൾ ആ അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കിണറ്റിലെ വെള്ളം ഒരു കിണർ കുടിച്ച് അത് നികത്തിയിട്ട് രണ്ടാമത് കിണറും വെട്ടി വെള്ളം ഇതുവരെയും സുഖമായിട്ട് കിട്ടിയിട്ടില്ല. മോട്ടറിൽ വെള്ളം, ടാങ്കിൽ വെള്ളം അടിച്ചിട്ട് കഴിഞ്ഞാൽ ചേറിൻ്റെ മണം കൊണ്ട്, അളിഞ്ഞ ചേറിൻ്റെ മണം കൊണ്ട് ആ വെള്ളം കുടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എത്രയും വേഗത്തിൽ ഈ ആറിന്ന് വൃത്തിയാക്കി തന്നാൽ നല്ലത്, നാട്ടുകാർക്ക് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും നല്ലതെന്ന് പറയുന്നുമുണ്ട്.
സ്നേഹം നിറഞ്ഞ എൻ്റെ ആല നിവാസികൾ, പടനാട്ടിൽ നിന്ന് കടന്നു വന്ന ശ്രീ പഞ്ചകൈലാസി, ശ്രീ രാധാകൃഷ്ണൻ സാറ്, എല്ലാവർക്കും ഒരു നമസ്കാരം, ഒരു സന്ധ്യാ നമസ്കാരം. ഈ ആലായിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കുഞ്ഞുനാളിലത്തെ ഓർമ്മകളിലെല്ലാം ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ ഉത്തരപ്പള്ളിയാർ എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ അവിടെ ആറുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു നിലയിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ആ നിലയിലൊക്കെ ആയി. ഇതിൻ്റെ ഏറ്റവും വലിയ തിക്തഫലം ഏകദേശം 30 വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ 20ാമത്തെ വയസ്സ് അല്ലെങ്കിൽ ആ സമയത്തൊക്കെ കിണറുകളിലെ വെള്ളം വളരെ പരിശുദ്ധമായ നല്ല വെള്ളമായിരുന്നു. ഏകദേശം 30 വർഷമായിട്ട് ഫിൽറ്റർ വെച്ച് എല്ലാ 3 വർഷങ്ങൾ കൂടുമ്പോഴും 10-50,000 രൂപ നല്ല വെള്ളം കിട്ടാൻ വേണ്ടി മുടക്കുന്നവരിൽ ഒരാളാണ് ഞാനും. ആയതുകൊണ്ട് ഇന്ന് അത് ഇങ്ങനെയൊരു വിഷയം ഏറ്റെടുത്ത് സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക്, ഈ അധികാരവർഗത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരത്തക്ക നിലകളിൽ ഈ പ്രശ്നത്തെ കൊണ്ടുവന്ന പ്രിയ ജെയിംസിനും പ്രിയ പഞ്ചകൈലാസി സാറിനോടുമൊക്കെയുള്ള സ്നേഹം, ആദരവ് ഈ തരുണത്തിൽ പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ വേഗത്തിൽ ഇതിന് ആര്, എവിടെ, എങ്ങനെ ഇടപെടണം എന്നുള്ളത് അധികാരിവർഗങ്ങൾ, നമ്മളെ ഭരിക്കുന്നവർ, ഇവിടുത്തെ ഗവൺമെൻറ് വളരെ ശ്രദ്ധിച്ച് അത് കൈകാര്യം ചെയ്യണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിലെ 13ാം വാർഡിലെ ഒരു താമസക്കാരനാണ്. പക്ഷേ എനിക്ക് ആല വില്ലേജിൽ ചെറിയ സ്ഥലമുണ്ട്. ഒരു 10-30 വർഷം കൊണ്ട് ആല വില്ലേജുമായിട്ട് എനിക്ക് പരിചയമുള്ളതാണ്. അതിൻ്റെ കെയർ ഓഫിൽ ഞാനിവിടെ വില്ലേജ് ഓഫീസിൽ വരികയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആലയം കൊണ്ടൊരു ബന്ധം പണ്ട് മുതലേ ഉണ്ട്. ഇവിടെ ഒരു കൃഷി സംഘടന രൂപപ്പെടുത്തുന്ന അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വരികയും തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഇതിലെ അന്നമാവുകയും ശ്രീ ജെയിംസ് സാറിൻ്റെ സഹായത്തോടെ വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയും വാങ്ങിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ജോലിയിലായിരുന്ന സമയത്ത് പോലും പ്രകൃതിയെ സ്നേഹിക്കുന്നതിൻ്റെ ഈയിടെ കുറച്ച് ഫോട്ടോകളൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് ഫ്ലോറിലെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ബിൽഡിങ്ങിൽ അവിടെ ചെടിച്ചട്ടി വാങ്ങി ദൂര സ്ഥലത്ത് നിന്ന് മണ്ണ് കൊണ്ടുവന്ന് കേരളത്തിൽ നിന്നുള്ള വിത്തുകളായ പയറും കരിവേപ്പും ഒക്കെ ഉള്ള നട്ട അതിൻ്റെ ചെടിയുടെ 2 പയറിങ്ങനെ പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോ വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുകയും മണ്ണിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പണ്ട് മുതലേ ഞാൻ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഏത് പ്രവൃത്തി എവിടെ കണ്ടാലും ഞാനതിനെ പ്രശംസിക്കുകയും അതിനോട് പങ്കുചേരുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ തന്നെയല്ല, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യയായാലും എൻ്റെ മക്കളായാലും അവരെല്ലാം ഇതാണ് ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത്. പ്രകൃതിയെ സ്നേഹിക്കുക, സംരക്ഷിക്കുക. എന്തുമാത്രം ഞാൻ ഇന്ന് ഇപ്പോൾ ഇദ്ദേഹത്തിനോട് അവിടെ പിന്നെ മാസ്റ്ററിനോട് പറഞ്ഞായിരുന്നു, ഞാൻ എൻ്റെ പുരയിടത്തിൽ രാസവളങ്ങൾ ഞാൻ ഉപയോഗിക്കത്തില്ല, ജൈവവളം മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ. അങ്ങനെ ഉണ്ടാകുന്നിടത്ത് 3-4 തെങ്ങുണ്ട്, പിന്നെ കുറച്ച് ചെറിയ പച്ചക്കറികളൊക്കെ ഉണ്ട്. 26 ഔഷധ സസ്യങ്ങളുണ്ട് എൻ്റെ വീട്ടിൽ. 26 അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ചിലതില്ലാതെയാകുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു പ്രകൃതി സ്നേഹിക്കേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പ്രകൃതി സ്നേഹികളാകുക. ഇന്ന് ഞാനൊരു കർഷകനല്ലെങ്കിലും ഇന്ന് കർഷക ദിനത്തിൽ ഇവിടെ വന്ന് 2 വാക്ക് പറയാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഈ ഒരു കൂട്ടായ്മ ഇവിടെ തുടങ്ങിയത് ഇന്ന് കർഷക ദിനമാണല്ലോ. നമ്മൾ ഇവിടെ ഒത്തുകൂടി നമ്മൾ സജി സാറ് വാ മൂടിക്കെട്ടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ശബ്ദിക്കാതെ പ്രതികരിക്കുക, അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കാതെ ഒരു സമരമുറ സ്വീകരിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ ആലായി വന്നപ്പോൾ മുതലാണ് ഉത്തരപ്പള്ളിയാറിനെ കുറിച്ച് കേൾക്കുന്നത്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ നദിയെ അല്ലെങ്കിൽ ഈ ആറിനെ ഇല്ലാതാക്കിയത് കൊണ്ട് ആർക്കാണ് എന്ത് നേട്ടം എന്ന് എനിക്കറിയത്തില്ല. ആർക്കൊക്കെയോ എന്തൊക്കെയോ നേട്ടങ്ങൾ കൊയ്യുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ നമ്മുടെ ഒരു തലമുറയെ അല്ലെങ്കിൽ അടുത്ത നമ്മുടെ തലമുറകളെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ നദിയുടെ അല്ലെ ഈ ആറിൻ്റെ അല്ലെ ഏതൊരു ജലസ്രോതസ്സും എവിടെ വൃത്തികേടാകുന്നോ അവിടെ നമ്മുടെ ജീവിതം ദുസ്സഹമായിരിക്കും. അത് വേണ്ട രീതിയിൽ അതിൻ്റെ കരകളിലുള്ള കൃഷികൾ എല്ലാം പുനർജനിച്ച് വന്നെങ്കിൽ മാത്രമേ ആരോഗ്യകരമായ ഒരു ജീവിതം
നമുക്ക് കെട്ടിപ്പടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സാറിനൊരു ജന്മദിനം കൂടി ആശംസിക്കുകയാണ്. ഇന്ന് കർഷക ദിനത്തിൽ സാറിൻ്റെ ജന്മദിനം ഇവിടെ വെച്ചൊക്കെ ആശംസിക്കാം, ഗ്രൂപ്പിൽ ഇടരുതെന്ന് സാറ് വഴക്ക് പറഞ്ഞു. അപ്പോൾ പിന്നെ നേരിട്ട് സാറിനൊരു ആശംസയും കൂടെ കൊടുത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നന്ദി, നമസ്കാരം. എൻ്റെ ചെയർമാൻ ബഹുമാനായ സാറ് ബഹുമാനിലെ ഞാൻ അവിചാരിതമായിട്ട് വന്ന് എന്തെങ്കിലും സംസാരിക്കണമെന്ന് കരുതിയില്ല. കുട്ടപ്പനപ്പള്ളി ആറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ പ്രദേശവാസിയാണ്, എങ്കിലും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന ഒരാളല്ല. എങ്കിലും എൻ്റെ സുഹൃത്തുക്കളും മറ്റുള്ളവരും ഇതിൻ്റെ മലിനീകരണം കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കേട്ടറിഞ്ഞ് മറ്റു തരത്തിൽ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ശുചീകരിക്കുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്തത്. അല്ല, ഒഴുകുമ്പോൾ ഒഴുകണം. ഒഴുകുന്നതിന് വേണ്ട നടപടികൾ നമ്മൾ നീക്കുന്നെന്ന് പറയുന്നത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്, നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അത് പിന്നെ എന്നെക്കൊണ്ട് അതിനെന്തെങ്കിലും ചെയ്യണമെങ്കിൽ സാമ്പത്തികമായിട്ടോ മറ്റു തരത്തിലും ചെയ്യണമെങ്കിൽ കായികമായിട്ട് പ്രയാസമാണ്. ഞാൻ ആത്മഹത്യ എന്തെങ്കിലും ഭാവി ചെയ്യണമെങ്കിൽ ഞാൻ തയ്യാറാണ്. നല്ലൊരു കാര്യമാണ്. പല പ്രാവശ്യം ഇതിന് നമ്മുടെ പ്രധാന വ്യക്തി VS-നെ നമ്മൾ വിളിച്ചില്ലായിരുന്നു, VS ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണനകത്ത് പ്രധാന വ്യക്തിയാണ്. നമ്മളെല്ലാവരും കൂടെ ചേർന്നാൽ അത് ശരിയാകും. കക്ഷിരാശിയൊന്നും ഇല്ല, എല്ലാവരും കൂടെ ചേർന്നാൽ ശരിയാകും. അങ്ങനെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഓടുകളഞ്ഞി വാർഡ് 8-ലെ നിവാസിയാണ്. ഉത്തരപ്പള്ളി ആറ് കേവലം 10 മീറ്റർ മാത്രമാണ് എൻ്റെ വീട്. അപ്പോൾ ഈ ഏറ്റവും ദോഷവശം ഞാനാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ഞാൻ വാസം പറഞ്ഞാൽ വെള്ളം കൂടി കുട്ടിയെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ ഒഴുകിയിരുന്ന ഒരാറിനെ ഈ രീതിയിൽ നശിപ്പിച്ചെടുത്തത് ആരാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഈ നാട്ടിലില്ലായിരുന്നു, വന്നിട്ട് 6 വർഷമേ ആയിട്ട്. വീണ്ടും പുനരുദ്ധരിച്ച് ആറ് വീണ്ടും ഒഴുക്കണം എന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹം. അതിന് എല്ലാവരും കൂടി ശ്രമിക്കുമെന്ന് കരുതുന്നു. കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ ആലാം യൂണിയുടെ സംഘാടകരും പ്രവർത്തകരും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒന്നുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതിന് എൻ്റെ വണ്ടിയുടെ നീല വണ്ടിയാണ്. ആരോടും ഒന്നും മിണ്ടാൻ പറ്റത്തില്ല, ആരോടും ഒന്നും പറയാൻ പറ്റത്തില്ല. ആ സ്ഥിതിയാണ് ഇവിടെ നടക്കുന്നത്. അതിനാണ് വാ മൂടി കെട്ടിയുള്ള ഈ സമരം ഇവിടെ നടന്നിരിക്കുന്നത്. അതിനിവിടെ മുഖ്യ അതിഥിയായി നമ്മോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് പരിസ്ഥിതി ഡ്രൈവർ സൈഡിലെ സീറ്റ് തുറക്കണം. ഘടകം പ്രസിഡന്റ് രാധാകൃഷ്ണൻ സാറാണ്. സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. രണ്ടാമത് രാധാകൃഷ്ണൻ സാറാണ്. പാത്രനാട്ടിൽ നിന്ന് വന്ന് ആ ആളിനെ റോബർട്ട് സാർ സ്വാഗതം ചെയ്യുന്നു. പിന്നെ രവി മുണ്ടയ്ക്കൽ ഇല്ല, ആ സാറിനെ ഈ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി സംസാരിക്കുന്നത് പിന്നെ നമ്മുടെ അഡ്മിനായ നമ്മുടെ ഏറ്റവും നമ്മുടെ സംഘാടക അഡ്മിനായ ഒരു ഒരിക്കലും പറയാൻ മതി. അതുകൊണ്ട് അഡ്മിനെ അതുമായി സംസാരിക്കാനായി രാധാകൃഷ്ണൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസാരിക്കാൻ ആദ്യമേ സംസാരിക്കാനായി നമ്മുടെ
ഈ പരിസ്ഥിതി സംരക്ഷണ ഫോറത്തിലെ വേലാട് കട എല്ലാവർക്കും നമസ്കാരം. അതുപോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം ഒന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ചിങ്ങം 1, മലയാള വർഷം ആരംഭിക്കുന്ന ചിങ്ങം 1 മലയാളികൾക്ക് വളരെ ഇഷ്ടമുള്ള ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതകളുണ്ട്. ഇന്ന് കർഷക ദിനമായിട്ട് സർക്കാർ ആചരിക്കുന്നു. കർഷക ദിനം. ഈ കർഷകൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നോടൊന്ന് പറഞ്ഞ് ഒന്ന് വിശദീകരിക്കേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് പറയുക. കർഷകൻ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ്റെ കയ്യിലും മേലിലും കാലിലും മണ്ണ് പറ്റുമ്പോൾ മാത്രമാണ് ഉന്നതങ്ങളിലിരിക്കുന്ന അല്ലെങ്കിൽ ബാക്കി എല്ലാ ചരാചരങ്ങൾക്കും അന്നമുണ്ടാക്കുന്നത്. അവൻ ഉണ്ടാക്കുന്ന അന്നമാണ് ബാക്കി മുഴുവൻ ആൾക്കാർക്കുമുള്ളത് എന്ന് പറഞ്ഞാൽ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ അന്നദാതാവ് ആര്? ഈ കർഷകനാണ്. അപ്പോൾ ആ കർഷകനാണ് ഈ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് കർഷകരാണ്. കാരണം ഭാരതം ഒരു കർഷക രാഷ്ട്രമാണ്. ആ കർഷക രാഷ്ട്രത്തിൽ ഭൂരിഭാഗം പേരും കർഷകരാണ്. അങ്ങനെയുള്ള കർഷകരിലെ പ്രഥമ പ്രജ ആരായിരിക്കണം? കർഷകർ തന്നെ ആയിരിക്കണം. കർഷകരാണ് നമ്പർ 1 പ്രജ, പ്രഥമ പ്രജ. പ്രഥമ ആള് എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രപതിയാണ്. എന്നാൽ പ്രഥമ പ്രജ രാഷ്ട്രപതിയാകുമ്പോൾ പ്രഥമ വ്യക്തി രാഷ്ട്രപതിയാകുമ്പോൾ പ്രഥമ പ്രജ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ കർഷകരാണ്. അവർക്ക് വേണ്ടിയിട്ട് ഫാർമേഴ്സ് ഫസ്റ്റ് എന്നും പറഞ്ഞൊരു പ്രസ്ഥാനം ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ അഭിമാനത്തോടെ പറയുന്നു, നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഓർഗാനിക് ഫാമിംഗ് പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അവിടെ ഓർഗാനിക് ഫാമിംഗ് എന്താണ്, അതായത് ജൈവ കൃഷി എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നെല്ലാം പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു മഹാഗുരുവാണ്. പക്ഷേ നിങ്ങളെല്ലാവരും അറിയാമായിരിക്കും, KV ജയാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരുനാഥനാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഭാരതത്തിൽ നമ്പർ 1 പ്രജ എന്ന് പറയുന്നത് കർഷകനായിരിക്കണമെന്നും കർഷകർക്ക് വേണ്ടി ഫാർമേഴ്സ് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്. 2 കൊല്ലമായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. MG യൂണിവേഴ്സിറ്റിയാണ് അതിൻ്റെ ആസ്ഥാനം. ഇവിടെ ഇരിക്കുന്ന ഇദ്ദേഹം, ഞാൻ, പിന്നെ വെൺപണിയിലുള്ള കുറേ പേര് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. അവിടെ ഓർഗാനിക് ഫാമിംഗ് യൂണിവേഴ്സിറ്റിയിലേക്ക് MG യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പാസ്സായി, പരീക്ഷ എഴുതി പാസ്സായി സർട്ടിഫിക്കറ്റോടുകൂടി ഇറങ്ങിയവരാണ് ഞങ്ങളത് ഇറങ്ങുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ ഗുരുദക്ഷിണയായിട്ട് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് വേറൊന്നുമല്ല, ഇത് നാട്ടിൽ നെടുക നടന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ്? മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത തലമുറയിലേക്ക്, നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ, പ്രകൃതി സൗകര്യങ്ങൾ അടുത്ത തലമുറയിലേക്ക്, പിന്നത്തെ തലമുറയിലേക്ക് എത്താൻ വണ്ണം ഈ ഭൂമിയെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. ഇന്ന് വികസനത്തിൻ്റെ പേരിൽ അല്ല മറ്റെന്തിൻ്റെയോ ഒക്കെ പേരിൽ പ്രകൃതിയെ കൊള്ളയടിക്കുകയാണ്. പ്രകൃതിയുടെ ഓരോ വിഭവങ്ങളും യാതൊരു തത്വദീക്ഷയുമില്ലാതെ വെറുതെ നശിപ്പിക്കുകയാണ്. അങ്ങനെ നശിപ്പിച്ച്, ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ നൂറ്റോമ്പാറ എന്ന് പറയുന്നവരുണ്ട്. ഇവിടെ അടുത്തൊരു നൂറ്റോമ്പാറ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗം കൂടായിരിക്കാം. അപ്പോൾ ആ നൂറ്റോമ്പാറ ഇനി ഇല്ല. പാണാമ്പാറയിൽ എന്തോ ഭാഗ്യത്തിൽ അവിടെ മുഴുവൻ പൊട്ടിച്ചിട്ടില്ല. അതുപോലെ എത്ര പാറകൾ ഇല്ലാതായിരിക്കുന്നു, എത്ര നദികളില്ലാതായിരിക്കുന്നു, എത്ര പുഴകളില്ലാതായിരിക്കുന്നു, എത്ര തോടുകളില്ലാതായിരിക്കുന്നു, എത്ര ജലാശയങ്ങൾ മൂടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം ഉത്തരവാദി ആരാണ്? ഇതിൻ്റെ എല്ലാം ഗുണഭോക്താവായിട്ടുള്ള നമ്മുടെ അടുത്ത തലമുറയും ഈ പ്രകൃതിയും ഇതിനെ അനുഭവിക്കുന്നുണ്ട്. അതിന് പരിഹാരം കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജന്മം കൊണ്ട് ഒരു എന്തെങ്കിലും നേടി എന്ന് നമുക്ക് പറയാൻ അർഹതയും. ഇതിനെ ഇതേപോലെ നിലനിർത്തണം. ഇനി നിങ്ങൾ നോക്കുക, ഇപ്പൊ എല്ലാവരും പറയും അതിവർഷമാണ്, അനാവശ്യ വർഷമാണ്, കുഴപ്പമാണ്, മണ്ണിടിച്ചിലാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അന്തരീക്ഷത്തിലെ കാർബണിൻ്റെ അളവ് കൂടുന്നു.
കാർബണിന്റെ അളവ് കൂടുന്നത് എങ്ങനെയൊക്കെയാണ്? കാർബണിന്റെ അളവ് കൂടാൻ പ്രധാനമായിട്ട് കമ്പനികളിൽ നിന്ന് തുപ്പുന്ന പുകകൾ, നമ്മളാൽ കഴിയുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും വീട്ടിൽ തൂത്തുകൂട്ടിയിട്ട് കത്തിക്കുന്ന തീയ് കരിയില കത്തിച്ച് ചാരമാക്കുകയാണെന്ന് പറയും. അപ്പോഴതും അന്തരീക്ഷ താപനം കൂട്ടുകയാണ്, അന്തരീക്ഷത്തിൽ കാർബണിന്റെ അളവ് കൂടുകയാണ്. അതേപോലെ ഓരോ വാഹനം ഓടിക്കുന്ന സമയത്ത് പുറത്തോട്ട് തള്ളുന്നത് കാർബണാണ്. എന്തിന്? കാർബൺ ഏതൊരു വികസനം നടത്തിയാലും ഏതൊരു പ്രവൃത്തി നടന്നാലും കാർബൺ അന്തരീക്ഷത്തിൽ കൂടുന്നു. കാർബണിന്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കുക, അന്തരീക്ഷ ഊഷ്മാവ് കൂടുന്നു. അന്തരീക്ഷ ഊഷ്മാവ് കുറയണമെങ്കിൽ എന്തോ വേണം? ഈ കാർബണിന്റെ അംശം, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് മുതലായ കാർബണിന്റെ രൂപങ്ങളെ അവിടുന്ന് വലിച്ചെടുക്കാൻ എവിടെ എത്തിക്കണം? നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാം എന്നേക്കാൾ നല്ല കർഷകരാണ്. നിങ്ങൾക്കറിയാം നല്ല മണ്ണിന്റെ നിറം എന്താണ്, കാട്ടിലെ മണ്ണിന്റെ നിറം എന്താണ്? ഫലഭൂയിഷ്ടമായ മണ്ണിന്റെ നിറം കറുപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ കറുപ്പ് എന്തുകൊണ്ട്? കാർബൺ ഉള്ളത് കൊണ്ടാണ്. കാട്ടിലെ മണ്ണിൽ കാർബൺ എവിടുന്ന് വന്നു? കാർബൺ വന്നത് സസ്യജാലങ്ങൾ സ്വീകരിക്കുന്ന കാർബൺ. അന്തരീക്ഷത്തിലെ കാർബണെ വലിച്ചെടുക്കുന്നത് ചെടികളിലെ സസ്യങ്ങളിലെ ഹരിതകം എന്ന് പറയുന്ന ഭാഗമാണ്. അത് കാർബണെ മുഴുവൻ ആഗിരണം ചെയ്യുന്നു, കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കുന്നു. മറ്റ് ജീവജാലങ്ങൾക്ക് വേണ്ട പ്രാണവായുവിനെ, ഓക്സിജനെ ധാരാളമായിട്ട് തരുന്നു എന്ന് പറയുന്ന പോലെ ഈ വൃക്ഷലതാദികൾ, ഈ സസ്യലതാദികൾ അത് മുഴുവൻ മറ്റ് പ്രാണികൾക്ക് വേണ്ടി, നാം ഉൾപ്പെടെയുള്ള ജന്തുക്കൾക്ക് വേണ്ടിയിട്ട് ഓക്സിജനെ ഇങ്ങോട്ട് തരികയും അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുത്ത് അന്നമാക്കി അത് മാറ്റുന്നു, വസ്തുവായിട്ട് അത് മാറ്റുന്നു. സൗരോർജത്തെ ഭക്ഷണമാക്കി മാറ്റി നമുക്ക് അന്നമായിട്ട് തരുന്നു. ഇങ്ങനെ ഈ പ്രക്രിയ നടത്താൻ അവരെ സഹായിക്കുന്ന മഹായജ്ഞാചാര്യരാണ് കർഷകൻ. അപ്പോൾ കർഷകൻ ചെയ്യുന്നത് ഒരു പഞ്ചമഹായജ്ഞമാണ്. അവൻ സൗരോർജത്തെ എടുത്ത് ഈ അന്നമാക്കാൻ ഈ ചെടികളെ നട്ട് പരിപാലിച്ച് പരിപോഷിപ്പിച്ച് ഫലപ്രദമാക്കി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇത് പ്രകൃതിയുടെ നിയമമാണ്. ഈ കാർബൺ, അന്തരീക്ഷത്തിലെ കാർബൺ ഭൂമിയിൽ വരുമ്പോൾ ഭൂമി ഫലഭൂയിഷ്ടമാകുന്നു എന്ന് പറഞ്ഞു. ഇത് അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് അന്തരീക്ഷ താപനം കൂടുന്നത്. അപ്പോൾ അന്തരീക്ഷ താപനം കുറയ്ക്കണമെങ്കിൽ ഇത് ഭൂമിയിലെത്തണമെങ്കിൽ നമ്മുടെ കയ്യിൽ മണ്ണ് പറ്റിക്കൊണ്ട് കർഷകൻ മണ്ണിലിറങ്ങി ധാരാളം ചെടികൾ വെട്ടിവെക്കണം. ഇപ്പോൾ വാശിക്ക് പല വികസനത്തിൻ്റെ പേരിൽ വൃക്ഷങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുകയാണ്. ആ വെട്ടി നശിപ്പിക്കുന്നത് കൊണ്ടാണ് അന്തരീക്ഷത്തിൽ താപനം കൂടുന്നത്. നിങ്ങൾക്കറിയാമോ, അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇന്ന് കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞു കാണും, ഇല്ലെങ്കിൽ താമസിയാതെ നിങ്ങളെല്ലാവരും അറിയും. കാർബൺ അന്തരീക്ഷത്തിൽ കുറയ്ക്കാനുള്ള മാർഗം ആരൊക്കെ എന്തെല്ലാം ചെയ്യുന്നോ അവർക്കെല്ലാം ഒരു റിബേറ്റ് അങ്ങോട്ട് കൊടുക്കുക, സമ്മാനമായിട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അത് കിട്ടുന്നത് ആർക്കാണ്? ഏറ്റവും കൂടുതൽ കർഷകർക്കാണ്. അത് വരുന്നു, നിയമമായി കഴിഞ്ഞു. താമസിയാതെ കർഷകന് ഈ കാർബൺ റിബേറ്റ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം തരും. ഈ തരുന്നത് ആരാണ് തരേണ്ടത്? ഈ ചെയ്യാത്ത ആൾക്കാർ എന്ത് സമ്പാദിച്ചാലും അതിൻ്റെ ഇത്ര ശതമാനം ആർക്ക് കൊടുക്കണം? കർഷകന് വേണ്ടി മാറ്റിവെക്കണം, റിബേറ്റായിട്ട് മാറ്റിവെക്കണം. അങ്ങനെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞു. അതാണ് കാർബൺ ഗ്രേഡിംഗ് എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ നടത്തുകയാണ്. സാറൊക്കെ അറിഞ്ഞു കാണും. നമുക്കും അത് ചെയ്യാൻ പറ്റും. എല്ലാ കർഷകനും ഇത് കിട്ടുന്ന ഒരു സൗകര്യം ഉണ്ടാവും. ഇന്ത്യ അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 മാസം മുമ്പാണ് അതിനകത്ത് ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കർഷകർക്ക് പൊതുവെ ഒരു അംഗീകാരവും ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മുടെ കാഴ്ചപ്പാടാണ് മാറുന്നത്. നമ്മുടെ കാഴ്ചപ്പാട് ആരെങ്കിലും വെക്കും, നമ്മൾ ഒന്നുന്നുള്ള ആ അവസ്ഥ മാറണം. മാറിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്തിനാ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് വന്നത്? നമ്മളെ ഭൂമിയിൽ ജനിച്ചത് എന്തിനാ? മന്ത്രിയാവാനാണോ? നേതാവാനാണോ? തയ്യക്കാരനാവാനാണോ? അല്ലെങ്കിൽ അധ്യാപകനാവാനാണോ? നേഴ്സാവാനാണോ? ഡോക്ടറാവാനാണോ? എന്തിനു വേണ്ടി നാം ഇങ്ങോട്ട് വന്നു? നാം ഇങ്ങോട്ട് വന്നത്, എൻ്റെ ഗുരുനാഥൻ പറയുന്നത് വേറെ ഒന്നിനുമല്ല. നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒരു ലക്ഷ്യം തന്നിട്ടുണ്ട്. എന്ത് വേണമെന്നറിയാം? ആ ലക്ഷ്യമാണ് ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കുക. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പ്രകൃതി അതിൻ്റെ ഇതനുസരിച്ച്
പല രീതിയിലും സസ്യങ്ങളുടെ വിത്ത് വിതരണം നടത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പാക്ക് അവിടെ ഇവിടെ എല്ലാം കൊണ്ടുവന്ന് പല വിധത്തിലും ഇടും. വാവല്, അണ്ണാനും ഒക്കെ ഇടും. ചക്കക്കുരു അവിടെ ഇവിടെ എല്ലാം പലതും കൊണ്ടുവന്ന് വാവല്, അണ്ണാനും ഒക്കെ ഇടുന്നുണ്ട്. പക്ഷികളും ജന്തുക്കളും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും വേണ്ട പോലെ, വേണ്ട സ്ഥലത്ത് വേണ്ടത്ര അളവിൽ അത് കിളിക്കുന്നില്ല, മുളയ്ക്കുന്നില്ല, വളരുന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രകൃതി അഥവാ പ്രപഞ്ചം, അത് തമ്പുരാൻ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഒരു ജീവിയെ സൃഷ്ടിച്ചു. ആ ജീവിയാണ് മനുഷ്യൻ. നമ്മൾ എന്തിനാ ഇത് വേണ്ട വിത്ത് വേണ്ട സ്ഥലത്ത് വേണ്ട സമയത്ത് വേണ്ടത്ര അളവിൽ വേണ്ട പോലെ കുഴിച്ചിടാൻ ബുദ്ധിയും ശേഷിയും കഴിവുമുള്ള, രണ്ട് കാലിൽ നടക്കാൻ ശേഷിയുള്ള ഒരു ജന്തുവിനെ ഇങ്ങോട്ട് സൃഷ്ടിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ കർമ്മം ചെയ്യണം. ഈ കർമ്മം ചെയ്യാതെ ചെന്നാൽ, തിരിച്ചങ്ങ് ചെന്നാൽ വീണ്ടും നുകം വെച്ച് ചെയ്യേണ്ടി വരും എന്നുള്ളത് നമ്മളറിയണം. എന്ന് പറഞ്ഞാൽ മനുഷ്യനായിട്ട് അവതരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെടിയെങ്കിലും ചെയ്യണം, ഒരു വെണ്ടയെങ്കിലും വെക്കണം, ഒരു വാഴയെങ്കിലും വെക്കണം, എന്തെങ്കിലും ഒരു ഫലവൃക്ഷം ഉണ്ടാക്കണം. എത്ര എണ്ണം വെക്കുന്നോ അത്ര കണ്ടവൻ അവൻ്റെ കർമ്മം കൂടുന്നു, അവൻ്റെ സ്ഥാനം കൂടിക്കൂടി വരുന്നു. പ്രകൃതിയെ അവൻ അത്രമാത്രം അറിഞ്ഞു ആദരിച്ചു എന്ന് പറയും. ഞാൻ നിങ്ങളെ ഒരാളിനെ പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ എൻ്റെ കൂടില്ല, എങ്കിലും നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ഒരു നാഗേഷ് കുമാർ ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് ഏതാണ്ടൊരു 65 വയസ്സാണ്. ഒരു 65 വയസ്സെങ്കിലും കാണും. അതിനു മുമ്പ് അദ്ദേഹം ഈ പറയുന്ന എല്ലാ റോഡുകളിലെയും സൈഡിൽ ഫോറസ്ട്രിയുടെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് നടത്തിച്ചായിരുന്നു. ആയ കാലത്ത് മുഴുവൻ നല്ലൊരു കോൺഗ്രസ് പ്രവർത്തകനൊക്കെ ആയിരുന്നു. അവിടെ പലർക്കും അറിയാമായിരിക്കും നാഗേഷ് കുമാർ. നാഗേഷ് കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ റോഡിൻ്റെ എല്ലാ സൈഡിലും ഈ വൃക്ഷത്തൈകൾ വെച്ച് കൊടുക്കുന്ന ജോലിയായിരുന്നു. വലിയ കൂലി സേവനവും ബാക്കി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ സോഷ്യൽ വർക്കിൻ്റെ പേര് കിട്ടുന്ന ഒരു അലോട്ട്മെൻറ്റ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ നടന്നിരുന്നു. ആയ കാലത്ത് ആലപ്പുഴ തൊട്ട് NH-ൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വെട്ടി വന്നു. ഇന്ന് ആ വൃക്ഷങ്ങളെല്ലാം ശാഖോപശാഖകളായിട്ട് പിടിപുറ്റാത്തത്ര വലുതായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ വീതി കൂട്ടുന്ന NH-ന് വീതി കൂട്ടുമ്പോൾ അത് JCB വെച്ച് മുറിച്ച് മഴുമ്പോൾ അത് കെട്ടിപ്പിടിച്ച് പുള്ളി കരയുന്നത് ഞാൻ കണ്ടു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ മരങ്ങൾ മുറിക്കുന്നു. പക്ഷേ ഈ ഭാഗത്ത് മുറിക്കാതെ ഇരിക്കാനായിട്ട് ഒരുപാട് കേസുകൾ വരെ പുള്ളി നടത്തിയതാണ്. അപ്പോൾ മുറിക്കാതിരിക്കാൻ ഒക്കത്തില്ല. ഞാനും അദ്ദേഹം കൂടെ, നിങ്ങൾക്ക് ഒരുപക്ഷെങ്കിൽ എന്നെ അറിയാമായിരിക്കും, ഞാൻ ടെലിഫോണിലെ എഞ്ചിനീയറാണ്. ഞാൻ ഈ ടച്ചിങ്സ് മാറ്റുക എന്ന് പറഞ്ഞ് അന്ന് ഞങ്ങൾ കമ്പി മേളിൽ കൂടായിരുന്നു. അപ്പോൾ ഈ ടച്ചിങ്സ് മുറിക്കാനായിട്ട് ഈ പുലിയൂർ റോഡിൻ്റെ 2 സൈഡിലുമുള്ള കമ്പുകൾ മുറിക്കുന്നതിന് ഞാനും പുള്ളിയും കൂടെ കേസ് നടത്തും. ഇനി എനിക്ക് നടത്തിയേ പറ്റൂ, കാരണം ടച്ചിങ്സ് മാറ്റിയില്ലെങ്കിൽ പറ്റത്തില്ല. എല്ലാവരുടെയും ടെലിഫോൺ കംപ്ലൈൻ്റ് ഉണ്ട്. അതുകൊണ്ട് അത് മുറിക്കണം. അത് മുറിക്കാൻ പുള്ളി സമ്മതിക്കത്തില്ലായിരുന്നു. അന്ന് ഞങ്ങൾ ശത്രുക്കളായിരുന്നു. പക്ഷേ കുറേ ഇങ്ങോട്ട് വന്നു, ഞങ്ങളുടെ കമ്പിയെല്ലാം അടിയിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഈ മരങ്ങൾ ഒരുപാട് ഇതിൻ്റെ മേളിൽ പോയി കഴിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മിത്രങ്ങളായി, ഞങ്ങൾ സഹപ്രവർത്തകരായി. പിന്നെ അദ്ദേഹമാണ് ഇവിടെ ഒരു സംഘടന ഉണ്ടാക്കി. എന്താണെന്നറിയാമോ? പരിസ്ഥിതി സംരക്ഷണ ഫോറം. ഇതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിനൊരു വലിയ ഗതികേടുണ്ടായി. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അന്ന് ഏൽപ്പിച്ച പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ കറുത്ത, നിങ്ങൾക്കറിയാമല്ലോ, കറുത്ത ഒരു പോളിത്തീൻ ബാഗിൻ്റെ അകത്തല്ലേ ഈ ചെടികൾ വരുന്നത്. ഈ ചെടികളെല്ലാം കൂടെ അവിടെ ഇവിടെയും കുഴിച്ച് വെച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെയും വലിച്ചെറിയാതിരിക്കാൻ അദ്ദേഹം അന്ന് തൊട്ട് ഇത് കൂട്ടിയിട്ട് കത്തിച്ച് മാറ്റി. അങ്ങനെ കൂട്ടിയിട്ട് കത്തിച്ച് കളയാന്ന് പറയുന്ന അന്ന് പിള്ളേരുടെ ഒരു പ്രവൃത്തിയായിരുന്നു. വലിയ വെള്ളം കെട്ടിക്കിടക്കാതെ കൊതു വരാതിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്ത് വർഷങ്ങളായിട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പുള്ളി മദ്യപിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല, മുറുക്കത്തില്ല, യാതൊരു രുചിയിലില്ലാത്ത ആ ചെറുപ്പക്കാരന് ഇവിടെ ക്യാൻസർ വന്നു. ഈ ക്യാൻസർ വന്നിട്ട് ഈ താടിയുടെ ഒരു സൈഡ് എടുത്ത് കളഞ്ഞു. ഇപ്പോഴദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടാൽ നല്ല കള്ളുകൂടിയന്മാർ പറയുന്ന പോലെ ഇരിക്കും. നടക്കാൻ വയ്യ, ചികിത്സയുടെ ഇതുകൊണ്ട് മരുന്നിൻ്റെ ശക്തി കൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാനോ നടക്കാനോ പോലും പറ്റത്തില്ല. എന്നിട്ടും 10-15 വർഷമായിട്ട് ഈ പരിസ്ഥിതി സംരക്ഷണ ഫോറം എന്ന് പറയുന്നുണ്ടാക്കി പ്ലാസ്റ്റിക് പെറുക്കുക. ഈ പറയുന്ന പോലെ നമ്മുടെ പരുമല പള്ളിയിലെ യാത്രക്കാർക്ക് ഓടിച്ചെടുക്കുന്ന കപ്പുകൾ മുഴുവൻ അദ്ദേഹം സംഭരിക്കും. അവിടെ കൊട്ടയൊക്കെ വെച്ചിട്ടുണ്ടായാലും വലിച്ചെറിയും. ആ 2 റോഡിലെയും പുള്ളി നടന്ന് പെറുക്കി ഒരിടത്ത് കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് എങ്ങനെ ഡിസ്പോസ് ചെയ്യും? അതും പ്ലാസ്റ്റിക് ഒരുപാടുണ്ട്. എങ്ങനെ ഡിസ്പോസ് ചെയ്യും? അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് വളരെ കൂലങ്കഷമായിട്ട് ഞങ്ങൾ അവിടെ ഇവിടെ ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ടാണ് സർക്കാർ ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ഹരിതകർമ്മസേന എന്നും പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി.
നിങ്ങൾക്കറിയാം, പല വീടുകളിലും ചെല്ലുന്നുണ്ട് ആക്രിപറിക്കുകാരാണെന്നുള്ള രീതിയിൽ അവരെ ആക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ അവരെ ഒന്ന് ആദരിക്കണം എന്ന് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി. അദ്ദേഹവും ഞങ്ങളെല്ലാം കൂടെ ഈ പരിസ്ഥിതി സംരക്ഷണ ഫോറം വേണാട് ഘടകം എന്ന് പറയുന്ന ഒരു സംഘടന 10-12 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഇത് ചുമതല ചെയ്തിട്ട് തന്നെ ഇപ്പോൾ 5-6 കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കിതിനൊരു പരിഹാരം കാണണം സാറേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവർ പരിസര സേവനമാണ് ചെയ്യുന്നത്, ഈ പ്രപഞ്ചത്തിന് നന്മയാണ് ചെയ്യുന്നത്, ശ്രേഷ്ഠമായ ജോലിയാണ്, അവരെ നമുക്ക് ആദരിക്കാം എന്ന് പറഞ്ഞ് ചെങ്ങന്നൂർ താലൂക്കിലുള്ള മുഴുവൻ ഹരിതകർമ്മ സേനാംഗങ്ങളെയും ഞങ്ങൾ പൊന്നാട അണിയിച്ച് ആദരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാന നായകൻ ഇദ്ദേഹമായിരുന്നു. ഞാനും നല്ലപോലെ ചെയ്തു. ആ സമൂഹത്തിലെ ഇപ്പോൾ പാണ്ടനാട് പഞ്ചായത്തിൽ വെച്ചാവുന്ന പാണ്ടനാട് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് തുടങ്ങും. പിന്നെ അവിടെയുള്ള ഒരുമാതിരിപ്പെട്ട വിശിഷ്ടാതിഥികളെ കൊണ്ടെല്ലാം ഇവരെ ആദരിച്ചു, മുഴുവൻ പേരെ ആദരിച്ചു. എന്തിനു വേണ്ടി? അവർ ചെയ്യുന്ന വളരെ ശ്രേഷ്ഠമായ ജോലി ആക്രിപർക്കല്ല, അവർ ചെയ്യുന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ജോലിയാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഇന്ന് അവർക്ക് യൂണിഫോമായി സാധനം കൊണ്ടുപോകാനായി പലരോടും പറയുന്നുണ്ട്, സാറേ ഞങ്ങൾക്ക് ഒരു അന്തസ്സുണ്ടാക്കി തന്ന നിങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. സന്തോഷമുണ്ട്. ഞാൻ പറയുന്നത് നമുക്കെല്ലാവർക്കും ഇതിനകത്ത് പങ്കുണ്ട്. അന്തരീക്ഷത്തിനെ പരിശുദ്ധമായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് ധർമ്മമുണ്ട്, നമ്മുടെ ആവശ്യമാണ്. ഈ കാർബൺ ഇതിനകത്ത് അന്തരീക്ഷത്തിൽ കുറയണമെന്നുണ്ടെങ്കിൽ ഈ കാർബണെല്ലാം മണ്ണിൽ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ അന്തരീക്ഷത്തിനകത്ത് ഇപ്പം കാണുന്ന കുഴപ്പങ്ങൾ പരമാവധി കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അതിന് ഏറ്റവും ഇതായിട്ടുള്ളവൻ ആരാണ്? കർഷകനാണ്. കർഷകന് തയ്യാറാവണം. അങ്ങനെ നിങ്ങൾ തയ്യാറാണ്, ശരിയാണ്, പക്ഷേ നമ്മൾ അംഗീകരിക്കപ്പെടുന്ന ഒരു നാളെ ഉണ്ടാവും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ കർഷക ദിനമാണ്, അതിൻ്റെ പ്രത്യേകതകൾ, കൃഷിയുടെ പ്രത്യേകതകളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാൻ 2019 സർക്കാർ ജീവിതത്തിൽ നിന്ന് റിട്ടയർ ചെയ്തു.